ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപം 9 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനാ പരമ്പരയുടെ 8-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വാസത്തിൻ്റെ കരുത്തിനെക്കുറിച്ചാണ്. മർക്കോസ് 9:23 തിരുവചനം ഇങ്ങനെ പറയുന്നു: യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണ്. വിശ്വസിക്കുക. നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി മാറാൻ പോകുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. മത്തായി 19:26 തിരുവചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ഒരു കാര്യവും നടക്കില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്. എന്നാൽ മനുഷ്യർക്ക് വഴി അടഞ്ഞു എന്ന് തോന്നുന്നിടത്താണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എത്ര വലുതായാലും ദൈവത്തിനത് മാറ്റാൻ ഒരു നിമിഷം മതി എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ ബിന്ദുവിൻ്റെ മോൻ്റെ ഓസ്ട്രേലിയയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവരെ വളരെ വിഷമത്തോടെയാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, ഇന്ന പ്രാർത്ഥന ചെയ്യുക എന്ന് പറഞ്ഞു. കൃത്യം 3-ാം ദിവസം അവരെനിക്ക് എന്നെ വിളിക്കുക ചെയ്ത് മെസ്സേജ് അയച്ചു. ആദ്യം വിളിച്ചു, അത് ഞാൻ എടുത്തില്ല, അതിന് മെസ്സേജ് അയച്ചു. വിശ്വസിച്ചാൽ ഏത് കാര്യവും നടക്കും. വിശ്വസിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ ദൈവമേ, ഈ 8-ാം ദിവസം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ. അങ്ങയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് സകലതും സാധ്യമാക്കി തരണമേ. ഇനി വരുന്ന സമയങ്ങളിൽ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കണമേ. ആമേൻ. യെശയ്യാ 41:10 തിരുവചനം ഇങ്ങനെ പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലെത്തുമ്പോൾ എൻ്റെ കാര്യം നടക്കുമോ എന്നൊരു പേടി പലർക്കും ഉണ്ടായേക്കാം. അവരോട് കർത്താവ് നേരിട്ട് പറയുന്ന വാക്കാണിത്: നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരിഭ്രമിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെ കാത്തിരിക്കുക. ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തും. വിശ്വസിക്കുക. 7-ാം ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്തതുപോലെ ഈ പ്രാർത്ഥനയുടെ ലാസ്റ്റ് വരുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ വലിയ ആവശ്യ നേരത്ത് നിങ്ങളുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല, അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുക. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ വലിയ ആവശ്യ നേരത്ത് നിങ്ങളുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ
കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുക. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവെ, ഇപ്പോൾ എൻ്റെ വലിയ ആവശ്യ നേരത്ത് നിങ്ങളുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുക. ആമേൻ.